നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഫോട്ടോസൊക്കെ ഭംഗിയായി സൂക്ഷിക്കാൻ ഒരു ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കിയാലോ? അതും ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും ഉപയോഗിച്ച്. കളറ്, കാർഡ്ബോർഡ്, ന്യൂസ് പേപ്പർ, ഫോട്ടോസ്, പശ, ഡബിൾ സൈഡ് ടേപ്പ്, നൂല് എന്നിവ മാത്രമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഉപയോഗമില്ലാത്ത ഒരു കാർഡ്ബോർഡ് എടുത്ത് ചതുരാകൃതിയിൽ ഇത് മുറിച്ചെടുക്കുക. കുറച്ച് വലുതായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലുതായി മുറിച്ചെടുത്ത കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഫ്രെയിം ചെയ്യേണ്ട ഫോട്ടോകൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനു ചുറ്റും പേന വെച്ച് വരച്ചെടുക്കണം. എല്ലാ ഫോട്ടോയ്ക്ക് ചുറ്റും ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇത് മുറിച്ചു മാറ്റാനുള്ളതാണ്. മുറിക്കുന്നതിന് മുൻപ് പേന വെച്ച് വരച്ചതിൽ നിന്നും കുറച്ച് സ്ഥലം ഇതുപോലെ വിടണം. എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. നമുക്കിതാ ഇങ്ങനെ ഒരു ഒറ്റ ഫ്രെയിം പോലെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ് എടുക്കുക. ഇത് പകുതിയായി മുറിക്കണം. എന്നിട്ട് ഇതിന്റെ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് ഇതുപോലെ റോള് ചെയ്തെടുക്കണം. ഈ റോള് മുറിച്ചു വെച്ചിട്ടുള്ള ഫ്രെയിമിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കത്രിക വെച്ചിട്ട് അതിന്റെ നീണ്ടു നിൽക്കുന്ന അറ്റം മുറിച്ചു മാറ്റാം. ഇതുപോലെ തന്നെ കൂടുതൽ പേപ്പർ റോളുകൾ തയ്യാറാക്കി ഫ്രെയിമിന്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ കൂടുതൽ റോളുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ഫ്രെയിമുകൾ ഒരു കാർഡ്ബോർഡിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിന്റെ പുറകിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പിൽ വള്ളി വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ തൂക്കിയിടാൻ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ റോളുകളിൽ കറുത്ത പെയിന്റ് അടിച്ച് ഭംഗിയാക്കണം. കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ ചെറുതായി മുറിച്ച് ഫ്രെയിമിൽ പലയിടത്തായി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഫോട്ടോസ് വെച്ച് കൊടുക്കാം. എല്ലാ ഫോട്ടോയും ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫോട്ടോ ഫ്രെയിം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പുറത്തു നിന്ന് വലിയ വില കൊടുത്ത് ഫോട്ടോ ഫ്രെയിം വാങ്ങി വെക്കുന്നതിലും എത്രയോ ഭേദമാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ മനോഹരമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.